Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെച്ചിത്തടത്താണ്. 20ഓളം കുതിരകൾ നിരന്ന് നിന്നിട്ട് കോമ്പറ്റീഷനാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് കുതിരകൾ നിരന്ന് നിന്ന് ഇവിടെ ഈ ഗ്രൗണ്ടിൽ മത്സരിക്കാൻ പോവാണ്. ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഈ വലിയ റൗണ്ട്, ഒറ്റ റൗണ്ട് കോമ്പറ്റീഷൻ തോന്നുന്നു. പങ്കെടുക്കാനുള്ള ഫീ എത്ര, 2000 എത്ര ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു കിടിലൻ മത്സരം നടക്കാൻ പോവാണ്. പല സ്ഥലത്തു നിന്ന് ഒരുപാട് കുതിരകൾ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ്. നമുക്ക് മാക്സിമം എല്ലാം കാണാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ലേണിംഗ് സ്കൂള് ഇവിടെ തുടങ്ങാൻ പോവാണ്. ഈ ഒരു മത്സരത്തോട് കൂടി ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാണിച്ചു തന്ന ആ ഒരു പറമ്പിലാണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ട്രാക്ക് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വ്ളോഗിൽ ഈ ട്രാക്കിൻ്റെ ഫുൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി. രാവിലെ ഇന്നലെ വിചാരിച്ച്, പക്ഷെ 3 മണിക്കാണ്. കുറേ പേര് വന്ന് ഇരിക്കുകയാണ് പോസ്റ്റായിട്ട്. ഗൈസ് ഇത് കണ്ട, ഹെവി ടീമൊക്കെ വന്നിട്ട് കുതിരനെ കൊടുന്ന കൂടെ കാണുന്നു കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഞാൻ കാണിച്ചെന്ന ഗ്രൗണ്ടിലാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല കേട്ടോ. നോക്കി നോക്ക്, ഇത്ര അധികം ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ഈ ഹോഴ്സ് റൈഡിങ് കാണാൻ വേണ്ടി വന്നവരാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ കുതിരകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. എന്താ പറയുക, കുറേ ഒരു ഹോഴ്സ് റൈഡിങ് ടീമിനെ വന്നിട്ടുണ്ട്. ഇത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഇത് കണ്ട, ഇവിടെ 2 കുതിരകളുണ്ട്. ഫുൾ പ്രാക്ടീസ് കിട്ടിയ ട്രെയിനേഴ്സൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ട്. നമ്പർ 10 ഓരോ കുതിരക്ക് എന്താ ടോക്കൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. പവർ ബാക്കിൽ നിന്ന് മാറാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചവിട്ട് കിട്ടും. ഗൈസ് ഓരോ കുതിരകൾ ഇതാ ട്രാക്കിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ആംബുലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെവി പരിപാടിയാണ്. ഓക്കെ, എല്ലാ കുതിരകളും ലൈനപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാവിധ സെറ്റപ്പും എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയിട്ട് ഒരു ഹോഴ്സ് റൈഡിങ് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട് എന്താ ഈ സംഭവം കാണിക്കുന്നത് വെച്ചിട്ട്. നമ്മളെ പോലെ തന്നെ എല്ലാവരും എക്സൈറ്റിംഗ് ആണ്. എന്താണ് നടക്കാമെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം ആദ്യമായിട്ടാണല്ലോ ഒരു കുതിര ഹോഴ്സ് റൈഡിങ് ആണത്. ബൈക്ക് റൈഡിങ് പോലെ അല്ലല്ലോ ഹോഴ്സ് റൈഡിങ്. അപ്പോൾ അതാ ലൈനപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുതിരകളൊക്കെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതുണ്ടോ, ഓരോ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. ആ അറ്റം വരെ കുതിരകൾ കയറിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ കുതിരകളെ നടത്തിപ്പിക്കാൻ കേട്ടോ. ഇപ്പം കുതിരകളെ ഒരു റൗണ്ട് നടത്തിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്പർ 2 അതുപോലെ നമ്പർ 3 അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഓരോ കുതിരകൾ ഓരോ മോഡലാണ്. എന്താ പറയുക, എല്ലാ കുതിരകളിലും കൂടി ഒരുമിച്ച് കണ്ട കാരണം കുതിരകൾക്ക് തന്നെ എന്തോ ഭ്രാന്തായ പോലെ ഉണ്ട്. ഇത് എല്ലാത്തിനും കൂടി ഓടിപ്പിക്കില്ല തോന്നുന്നുണ്ട്. ട്രാക്ക് വീതി കുറവായ കാരണം ചിലപ്പം എന്താ പറയുക, 2 കുതിര വെച്ചിട്ടാവും ഓടിക്കുക. നമുക്ക് എന്തായാലും നോക്കി നോക്കാം എങ്ങനെ ഓടിക്കാൻ. ഈ കുതിര കുറച്ച് പെശകാണ് കേട്ടോ. ഒരുപാട് പേര് പൂരപ്പറമ്പ് പോലെ ആവുന്ന തോന്നണം മിക്കവാറും. പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ളവരല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് ഒരുപാട് കുതിരപ്രേമികളുണ്ട്. നമ്മളുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് എനിക്ക് ഈ പറയാനുള്ളത് ഈ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റിയിട്ട്? കേരളത്തിൽ ആദ്യത്തെ ഒരു സംഭവം തന്നെ ആയിരിക്കും അല്ലേ, ചരിത്രം തന്നെ ആയിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ? പല സ്ഥലത്തും നടക്കണൊക്കെ, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആദ്യമായിട്ടാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. അതെ, അപ്പോൾ നമ്മുടെ ചെലിക്കാട് സാന്നിധ്യത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. അതെ, ഇത്ര അധികം ആൾക്കാരില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇത്ര അധികം ആൾക്കാർ വരുന്നു. ആൾക്കാർ മാത്രമല്ല, ഒരുപാട് പാർട്ടിസിപ്പേഷനും ഉണ്ട് കുതിരകളുടെ ഭാഗത്ത്, ഓണർമാരുടെ ഭാഗത്തുനിന്ന്. ഗൈസ് അവിടെ കണ്ട ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് പറമ്പിലൊക്കെ ഒരുപാട് പേര് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അവിടെ കണ്ട പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ, ട്രോഫിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്.
ഒരു 12 മണിക്ക് ശേഷം തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫബീറോടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കാണാൻ വേണ്ടി വന്നവരാണ്. പരിപാടി തുടങ്ങാറായി തോന്നുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 10 വയസ്സുള്ള നമ്മുടെ ജലിക്കട മകൻ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജലിക്കട മകൻ്റെ ഓട്ടം റൈഡിങ് നമുക്ക് നോക്കാം. ട്രാക്കിന്റെ നടുവിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫുൾ വ്യക്തമായിട്ടുള്ള വ്യൂ കിട്ടണം. അപ്പോൾ ഗായ്സ് ഇത് CCTV മറ്റേതാണ് CCTV അല്ലേ? അപ്പോൾ ക്യാമറമാരൊക്കെ ഉണ്ട്. അപ്പോൾ TV-ലൊക്കെ കാണൂലേ ഈ പരിപാടി. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബിലൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ പരിചയം. ഓക്കെ, നമ്മുടെ ആംബുലൻസ് സെലിക്കോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിൽ ആർക്കെങ്കിലും അപകടം പറ്റി നമ്മുടെ സെലിക്ക ആംബുലൻസ് എടുക്കും, പറപ്പിക്കും അല്ലേ? നിറച്ച ആളുകളാണ്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ ജലിക്കട പൈനത ഫായിസിനോടൊപ്പം ഒരു കൂട്ടം യുവാക്കൾ.
അടിച്ചില്ല പിടിച്ചിട്ട് ഓടിയാൽ അപ്പം നമ്മുടെ ഹോഴ്സ് റൈഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടെ എന്താ പ്രൈസ് തിരഞ്ഞെടുക്കണതിൻ്റെ എന്തോ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗായ്സ് 15ഓളം കുതിരകൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. പങ്കെടുത്തത് വെറും 15 കുതിരകളാണ്. എന്താ പറയുക, പലതും പല രീതിയിലാണ് ഓടിയത്. എന്ന് വെച്ചാൽ പലത് സ്റ്റാർട്ടിങ് ട്രബിളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിലത് അവസാനം പണി തന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് തിരഞ്ഞെടുക്കുകയാണ്. ഇത് പണി തരാൻ സാധ്യത ഉണ്ട്. ടാസ്കാണ്, മാറിക്കട്ടെ. ഗൈസ്, അപ്പം ഈ കുതിരക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. എല്ലാവരും സഹകരിക്കുക. നമ്പർ 11 സമ്മാനദാനം നിർവഹിക്കുന്നതിന് വിജയൻ ബാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുഹമ്മദ് സിറാൽ തൃത്താല തേർഡ് പ്രൈസ് ആയിരിക്കുകയാണ്. സെക്കൻഡ് പ്രൈസ് നമ്പർ 10 Bilal Al-Amin. Second place, number 10, Bilal Al-Amin. First place, number 8. അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും എന്താ പറയുക, ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും അല്ലേ? കിട്ടില്ല വീഡിയോസായിട്ട്, ഹോഴ്സ് റൈഡും അതല്ലേ അഡ്വഞ്ചർ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കും കൂടി അമർത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ്.